ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കോണി സ്റ്റെപ്പ് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെഷീന് മുകളിലാണ് കേട്ടോ. അപ്പോൾ മോളെ ഡോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, മഴയും കൂടെ അല്ല. അപ്പോൾ മഴത്തൊന്ന് തിരുമ്പാൻ പറ്റാഞ്ഞാൽ മെഷീൻ തന്നെയാണ് ശരണം അല്ലേ. അപ്പോൾ മെഷീനിലിടാനുള്ളതൊക്കെ ഇട്ടു. പിന്നെ വൈറ്റ് ഞാൻ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടോ അലക്കാറ്. പിന്നെ കയ്യിനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കല്ല് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എനിക്ക് മെഷീനും കാട്ടും സേഫ്റ്റിയും യൂസും കല്ല് തന്നെയാണ് കേട്ടോ, അതായത് വാഷിംഗ് കല്ല്. പിന്നെ ഇതെല്ലാം ഞാൻ വെള്ളം തിരിച്ചിട്ട്, ബട്ട് എന്താ അറിയോ, എനിക്ക് ഭയങ്കര ധൃതിയാണ്. മെഷീനിലിട്ടാൽ അത് പെട്ടെന്ന് വെള്ളം തിരിയണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് വെള്ളം ഡ്രസ്സിന് ഒപ്പം എത്തിയില്ലാന്നുണ്ടെങ്കിലും എനിക്കത് പെട്ടെന്ന് കുറച്ച് വെള്ളമായാലും അത് പെട്ടെന്ന് തിരിക്കണം. അങ്ങനെ മെഷീനിലൊക്കെ ഇട്ട്, പിന്നെ പുതപ്പും ബെഡ്ഷീറ്റും നമ്മളുണ്ടല്ലോ ഒന്നെങ്കിൽ 2 ആഴ്ച, ഒരു മാസത്തിൽ 2 ആഴ്ച കഴുകണം എന്നാണ് ഞാൻ പറയുക. ചിലപ്പോൾ 4 ആഴ്ച വരെ കഴുകേണ്ടി വരും. മക്കൾ കൂടുള്ളവർ ബെഡിൽ കിടക്കണവരാണെന്നുണ്ടെങ്കിൽ, കാരണം അവരിങ്ങനെ നടന്ന് ചളിയാക്കും. അപ്പോൾ നമുക്കൊരു വൃത്തി കിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ 2ാമത്തെ ആഴ്ച എങ്കിൽ തിരുമ്പുക, അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിൽ ഒരു ദിവസം കണക്കാക്കിയിട്ട് തിരുമ്പുക. ഞാനങ്ങനെ കേട്ടോ ചെയ്യുക. എന്തെങ്കിലും വിട്ടു പോകണമെങ്കിൽ മേ ബി 2ാമത്തെ ആഴ്ചയിൽ ഞായറാഴ്ച ഉച്ചക്കൊക്കെ ആയിട്ട് തിരുമ്പും കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അത് മെഷീനിലിട്ട് ഞാൻ താഴത്തേക്ക് പോകുന്നു കേട്ടോ. ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സേഫ് പാക്കേജിങ് ആണ് കേട്ടോ. മീഷോന്ന് അതിനൊന്നും കംപ്ലയിൻറ്റ്സ് പറയാനോ ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം പൊളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുക മേ ബി പൊട്ടുന്നതായിരിക്കും. ഞാനൊരു പുഡിംഗ് ബൗളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, ബട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നും പറയാതിരിക്കാൻ വയ്യ, കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനമേ അല്ല. അതിനുള്ളൊരു സ്പേസോ കാര്യങ്ങളോ, പ്രൊഡക്റ്റ് സെയിം തന്നെയാണ്, പക്ഷേ അതിനുള്ളത് ഒരു സ്പേസോ ഒന്നും ഞാൻ വിചാരിച്ചൊരു രീതിക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, ഒരു കുഞ്ഞു ബോക്സ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ബബിൾ കവറിൽ വീണ്ടും റീപാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വീണ്ടും അവർ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് വീണ്ടും അൺബോക്സ് ചെയ്യാണ് ഗൈസ്. മീഷോ ഭയങ്കര ഡെവലപ്പായി, പെട്ടെന്ന് കയറിയൊരു തേർഡ് പാർട്ടി ആപ്പായിരുന്നു. അതുപോലെ നല്ല സേഫ് പാക്കേജിങ്ങാണ്, പറയാനോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റിയാണ് സാധനങ്ങൾക്കൊക്കെ. ഡ്രസ്സ് ഞാൻ അത്ര പറയണില്ല, ബാക്കിയുള്ള പ്രൊഡക്റ്റിനൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയാണ്. പിന്നെ ഇതാണ് പ്രൊഡക്റ്റ്, ലീഫി പ്ലേറ്റാണ് ഓർഡർ ചെയ്തത്. ബട്ട് ഇതിൽ കാണുന്നത് ഫ്രൂട്ട് പ്ലേറ്റ് എന്നൊക്കെയാണ്. പക്ഷേ നട്ട്സ് ഇതിലിട്ടിട്ടുള്ള ഒരു സ്പേസിങ് വീഡിയോ ഞാൻ ഇതിലിട്ടുണ്ട്. തീരെ സ്പേസ് ഇല്ല കേട്ടോ, പുഡിങ്ങൊന്നും ഒഴിച്ച് വെക്കാൻ പറ്റിയ സ്പേസ് ചെയ്തില്ല ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാനൊരു മണി ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാണ് ലാസ്റ്റത്തെ വീഡിയോ.